കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിലെ ഹനുമൽ ചാലിസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും നടന്നു. ഇന്ത്യക്ക് വേണ്ടി ഹാമർ ത്രോയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ കലവൂർ സ്വദേശി PR രാജേഷ് കുമാർ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ഞാനും ഇവിടുത്തെ മനസ്സാമിയായ തമ്മിൽ 20-25 വർഷത്തെ ബന്ധമുണ്ട്. എന്നാൽ ഞാൻ ഈ മാലതിയുടെ ഗ്രൗണ്ടിലാണ് കളിച്ചു വളർന്നത്. രാജീവ് മാമൻ, ജിതീഷ്, അങ്ങനെ ഒരുപാട് പേരാണ് എന്നെ പിടിച്ച് കൈവരുത്തിയ കുറേ ആൾക്കാരുള്ള ഒരു ക്ഷേത്ര ഭരണസമിതി. അതിലേക്ക് ഭാഗമാകാൻ കഴിഞ്ഞ് അവരോട് എല്ലാവരോടും ഒരു നന്ദി അർപ്പിക്കുന്നു. ഞാനെപ്പോഴും എൻ്റെ അപ്പൂപ്പനെന്ന ആഞ്ജനേയ സ്വാമിയെ ഏതൊരു സിറ്റുവേഷൻ നമ്മൾ തകർക്കുന്ന സിറ്റുവേഷനിൽ ഇപ്പം ഞാൻ പറഞ്ഞാണെങ്കിൽ കായികപരമായും വിദ്യാഭ്യാസപരമായും എന്നെ ഒരുപാട് പിടിച്ചുയർത്തിയ ഒരു സ്വാമിയാണ് ആഞ്ജനേയ സ്വാമി. ഞാനെന്നും കിടക്കുമ്പോഴും വിജയങ്ങൾ നമ്മുടെ ഓരോ ഫംഗ്ഷനിലും എല്ലാം പോകുമ്പോഴും ഓരോ വീട്ടിലേക്ക് പരീക്ഷ കഴിയുമ്പോഴും ഞാൻ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. യാത്രയാത്രയുടെ വിവാദകീർത്തനം താത്തതാത്തരാജികൾ രാഷ്ട്രവാദി പരിപൂർണ ലോചനം മാരുതി മമതരാഷ്ട്രമാണ്. ഇതൊരു 11 തവണ ചൊല്ലിയിട്ടാണ് എല്ലാ മത്സരങ്ങൾക്കും പങ്കെടുക്കാൻ തന്നെ പോകുന്നത്. ബ്രഹ്മശ്രീ ദേവാഗ്നി അരുൺ സൂര്യഗായത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഭദ്രദീപ പ്രകാശന കർമ്മം ഇന്ത്യക്ക് വേണ്ടി ഹാമർ ത്രോയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഹനുമൽ ഭക്തൻ PR രാജേഷ് കുമാർ നിർവഹിച്ചു. ഹനുമാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥമായ ഹനുമൽ ചാലിസ ജപയജ്ഞത്തിലും ആഞ്ജനേയ ഹോമത്തിലും ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. മാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് വിശിഷ്ടമായ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഹനുമൽ ചാലിസ ജപയജ്ഞത്തോട് ഒപ്പം തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടിയും നടത്തുന്ന ഹോമമാണ് ആഞ്ജനേയ ഹോമം. ക്ഷേത്രം പ്രസിഡന്റ് MB രാജേന്ദ്രൻ, സെക്രട്ടറി PD ബാഹുലയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഓരോ ആഞ്ജനേയഹോമം നടക്കുമ്പോൾ നയിക്കുവാൻ സാധിക്കുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ ചൈതന്യം വർദ്ധിക്കുന്നത് വഴി നമ്മുടെ ഈ നാടിൻ്റെയും ദേശത്തിൻ്റെയും ഇവിടെ ഈ ആഞ്ജനേയഹോമത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ അഭീഷ്ടങ്ങളും സാധിക്കുന്നു എന്ന് തന്നെയാണ് അനുഭവ സാക്ഷ്യങ്ങളും നമ്മളോട് പറയുന്നത്. അതുപോലെ എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.